നമസ്കാരം. സോവിയറ്റ് യൂണിയൻ മുതൽ പശ്ചിമ ബംഗാൾ വരെ തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ഇല്ലാതാവാതെ കേരളത്തിൽ പിടിച്ചു നിന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസത്തിന്റെ ഈ ഓട്ടോക്രസി അല്ലെങ്കിൽ ഏകാധിപത്യം നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക നയങ്ങൾ മുതലാളിത്തത്തിലേക്ക് മാറിയതുപോലെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളങ്കിത കച്ചവടക്കാരെയും കളങ്കിത മതപുരോഹിതരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് പ്രീണന രാഷ്ട്രീയം നടത്തി മുമ്പോട്ട് പോയതുകൊണ്ടാണ്. ഇതിന്റെ ഭാഗമായി പിണറായി ഒരുപാട് സൂത്രപ്പണികൾ ഒപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട സൂത്രപ്പണി 2009 മണ്ഡല പുനർവിഭജനമായിരുന്നു. കാൽക്കാച്ചിനും ഗുണമില്ലാത്ത രണ്ട് കോൺഗ്രസ് നേതാക്കളെയാണ് കോൺഗ്രസ് പാർട്ടി ആ ചുമതല ഏൽപ്പിച്ചതെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായിയുടെ നിർദ്ദേശപ്രകാരം CPM-ന് അനുകൂലമായി കേരളത്തിലെ മണ്ഡലങ്ങൾ മാറ്റിയെഴുതി ഏതാണ്ട് 55-60 മണ്ഡലങ്ങളിൽ ഏതു സാഹചര്യത്തിലും വിജയമുറപ്പിച്ചു. ഇക്കൂട്ടത്തിലാണ് കേരളത്തിൽ പെട്ടെന്ന് വളർന്നു വന്ന BJP-ക്ക് CPM-നെ സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുന്നതാണ് ഉചിതം എന്ന പൊട്ടൻ ആശയമുണ്ടായത്. അത് സാധ്യമല്ല എന്ന് ആരും അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞു കൊടുത്തവരെ അവർ അവഗണിച്ചു. എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറയുന്നത് പോലെ CPM ആ പരിധി മറികടന്നതോടെ ജനങ്ങൾ അതിശക്തമായ രംഗത്ത് വന്നു. അതിന് പ്രതിഫലനമായിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ CPM കോട്ടകൾ കടപുഴകി വീണത്. ഈ വീഴ്ചയിൽ നിന്നും CPM ഉയർത്തെഴുന്നേൽക്കുകയില്ലേ? അങ്ങനെ തീർത്തു പറയാൻ സാധ്യമല്ല. ശ്രദ്ധിക്കേണ്ട ചില അടിയൊഴുക്കുകളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൊണ്ടുപോയപ്പോഴും തിരുവനന്തപുരത്തെ കോൺഗ്രസ് പാർട്ടി നിലമെച്ചപ്പെടുത്തിയപ്പോഴും തിരുവനന്തപുരത്തെ 4 നഗരസഭകളും ജില്ലാ പഞ്ചായത്തും നിലനിർത്തിയത് CPM-ആണ്. അങ്ങനെ അങ്ങോട്ട് പോയാൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം CPM-ന് അവരുടെ അധികാരം ഒരു പരിധിവരെ നിലനിർത്താൻ കഴിഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ CPM നിലനിർത്തി എന്നത് വിസ്മരിച്ചുകൂടാ. ജില്ലാ പഞ്ചായത്തുകളിലാണ് രാഷ്ട്രീയമായ വോട്ട് നടക്കുന്നത് എന്ന് വിസ്മരിക്കരുത്. രാഷ്ട്രീയമായ വോട്ട് നടക്കുന്ന 14 ജില്ലകളിൽ പകുതിയും CPM നിലനിർത്തി. അവരുടെ നില പരിതാപകരമാണ്. ഒരുപാട് സീറ്റുകൾ പുറകോട്ട് പോയി. വാസ്തവമാണെങ്കിലും അവർ പകുതി നിലനിർത്തി എന്നത് അവർക്കിപ്പോഴും ജീവശ്വാസം ബാക്കിയുണ്ട് എന്നതിന് തെളിവാണ്. ഇന്നലെയും ഇന്നുമായി വരുന്ന വാർത്തകളൊക്കെ കണ്ടാൽ കേരള ചരിത്രത്തിൽ ആദ്യമായാണ് CPM-ന് ഇങ്ങനൊരു വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന് പലരും കണക്കുകൂട്ടും. എന്നാൽ അത് വാസ്തവമല്ല. 2010, അതായത് കൃത്യം 15 വർഷം മുമ്പ് കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും വലിയ തിരിച്ചടി അവർക്കുണ്ടായി. 2006 മുതൽ 2011 വരെ ഇവിടെ ഭരിച്ചിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. കേരളത്തിലെ CPM-ന്റെ ഏറ്റവും മികച്ച ഭരണങ്ങളിൽ ഒന്നായിരുന്നു VS-ന്റെ ഭരണം. എന്നിട്ടും 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF പൂർണ്ണമായും തകർന്നടിഞ്ഞു. ഇക്കുറി തകർന്നതിനേക്കാൾ ഭയാനകമായിരുന്നു ആ തകർച്ച. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ 504 സീറ്റ് UDF നേടിയപ്പോൾ 341 സീറ്റാണ് LDF നേടിയത്. ഇപ്പോൾ 504 ഗ്രാമപഞ്ചായത്തുകൾ നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്ന UDF മറന്നുപോകുന്നത് 2010 510 ഗ്രാമപഞ്ചായത്തുകൾ UDF നേടിയിരുന്നു എന്നതാണ്. അന്ന് LDF-ന്റെ ഗ്രാമപഞ്ചായത്തുകൾ 362 അന്ന് UDF 38 മുനിസിപ്പാലിറ്റികൾ നേടിയപ്പോൾ LDF-ന്റെ കയ്യിൽ കേവലം 18 മാത്രം. ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളിൽ 8 UDF-നായിരുന്നു, 5 മാത്രമായിരുന്നു LDF-ന്. എന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായതിനേക്കാൾ വലിയ തിരിച്ചടി LDF-ന് CPM-ന് ഉണ്ടായത് 2010 ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ UDF നേടി. കൊച്ചിയും തൃശ്ശൂരും UDF നേടി. കോഴിക്കോടും തിരുവനന്തപുരവും LDF ആയിരുന്നു എന്ന് മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് BJP-ക്ക് വലിയ റോളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഒരുപക്ഷെ 2010 മുതലാവാം BJP വോട്ട് വർദ്ധിപ്പിച്ചു തുടങ്ങിയത്. 2010 BJP എല്ലായിടത്തും നിലമെച്ചപ്പെടുത്തുന്ന 6 സീറ്റുകൾ അന്ന് 2010 BJP തിരുവനന്തപുരം കോർപ്പറേഷൻ നേടി. ആ തിരുവനന്തപുരം കോർപ്പറേഷനാണ് BJP ഇപ്പോൾ ഭരണമുറപ്പിച്ചിരിക്കുന്നത്. BJP വോട്ട് ബാങ്ക് അന്ന് വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് BJP കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ LDF-ന് വലിയ തിരിച്ചടി 2010 ഉണ്ടായി എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ്? കേവലം 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് UDF ജയിച്ചത്. പിണറായി വിജയന്റെ പാർട്ടി ഭരണത്തിനെതിരെ, VS അച്യുതാനന്ദന്റെ ദുർഭരണത്തിനെതിരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ 2011 കേവലം 2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF-നെ അധികാരത്തിലെത്തിച്ചത്. അതും പിണറായി വിജയൻ ആഗ്രഹിക്കാത്തത് കൊണ്ട്. 2011 LDF ജയിച്ചാൽ VS അച്യുതാനന്ദനെ തന്നെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമെന്ന് പിണറായിക്ക് അറിയാമായിരുന്നു. പിണറായി പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടിയെ പിടിയിലൊതുക്കി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേരയിൽ എത്തുക എന്ന പദ്ധതിയിട്ട് പ്രവർത്തിച്ചതാണ്. ആ പ്രവർത്തനത്തിന് വേഗത കൂടിപ്പോയി. വേണമെങ്കിൽ 2011 അധികാരത്തിലെത്താൻ കഴിയുമായിരുന്നു.
എന്നാൽ അങ്ങനെ 2011 അധികാരം കിട്ടിയാൽ VS മുഖ്യമന്ത്രി കസേര കൊടുക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിടിമുറുക്കം പൂർണ്ണമാക്കാൻ തോറ്റുകൊടുത്തതായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. നോക്കണം, പിണറായി അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുത്തിട്ടും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് UDF സർക്കാർ ഉണ്ടാക്കിയത്. ഓർക്കുക, 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്നതിനേക്കാൾ വലിയ തിരിച്ചടി LDF ഉണ്ടായിട്ടും UDF കഷ്ടിയാണ് തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അപ്പോഴത്തെ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അന്ന് പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് ഭരണം വേണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഭരണ തുടർച്ച. ഇതുവരെ പാർട്ടിയെ കൈപ്പടിയിലൊതുക്കി താൻ വിചാരിച്ചെടുത്ത് കൊണ്ടുപോയിരുന്ന പിണറായിക്ക് ഭരണനഷ്ടം ആലോചിക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയി പിണറായി ഭരണം നിലനിർത്താൻ ശ്രമിക്കും. പിണറായി ചില തെറ്റുകളെങ്കിലും തിരുത്തിയെന്ന് വരാം, അധികാരവും ധാർഷ്ട്യവും കുറച്ചെന്ന് വരാം, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചെന്ന് വരാം, അനാവശ്യമായ വേട്ടയാടലുകൾ ഇല്ലാതാക്കിയെന്ന് വരാം, അമിതമായ ധൂർത്തുകൾ ഒഴിവാക്കിയെന്ന് വരാം. രോഗിയാണെങ്കിലും പ്രായമായെങ്കിലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഇന്നും മറ്റേത് നേതാവിനേക്കാൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ അറിയാമെന്ന് ഓർക്കണം. പിണറായി അല്പം തെറ്റുതിരുത്തിയാൽ നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 2016 അധികാരത്തിലെത്താൻ വേണ്ടി പിണറായി കാണിച്ച വിട്ടുവീഴ്ചകൾ 2021 ഉണ്ടായിരുന്നില്ല. അത് ഒരിക്കൽ കൂടി കൊണ്ടുവന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. മറുഭാഗത്ത് അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കളെ ഗ്രസിക്കുന്നു. ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിനെക്കുറിച്ചുള്ള തർക്കം മുറുകുന്നു. വിജയം ഉറപ്പായതോടെ, ഭരണമുറപ്പായതോടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി മുറുകുന്നു. മുന്നണിക്കുള്ളിലുള്ള ലീഗ് അടക്കമുള്ള പാർട്ടികൾ അവരുടെ ബാർഗെയിനിങ് പവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നു. ഓരോ നേതാക്കന്മാരും മറ്റുള്ളവരെ വലിച്ചു താഴ്ത്തിയിട്ട് തന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് പാർട്ടി ഇനി വരാൻ പോകുന്ന കുറച്ചു നാളുകളിൽ പരസ്പരം യുദ്ധം നടത്താനുള്ള സാധ്യതയേറെയാണ്. അതൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാൻ പഴയതുപോലെ കേരളത്തിൽ കൈരളിയും ദേശാഭിമാനിയും മാത്രമല്ല, റിപ്പോർട്ടർ ചാനലും 24 അടക്കം മാധ്യമങ്ങൾ ഏറെയുണ്ട്. അവരെല്ലാം കൂടി വേണ്ടതുപോലെ പണിയെടുത്താൽ കോൺഗ്രസിന്റെ ഇമേജ് തകർക്കാൻ, കോൺഗ്രസിലെ ഭിന്നതകൾ ശക്തമാക്കാൻ കഴിഞ്ഞു വരും. ഇതിനെ എങ്ങനെ കോൺഗ്രസ് പാർട്ടി മറികടക്കും എന്നതാണ് തുടർ ഭരണത്തിന്റെ കാതൽ. ഇതേ അവസ്ഥ തുടരണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഒരുമിച്ച് നിന്ന് പടപൊരുതണം. ഒരു കാര്യം പ്രത്യേകം കോൺഗ്രസ് പാർട്ടി ഓർക്കേണ്ടതുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം ഉറപ്പു നൽകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 10-12 സീറ്റിലെങ്കിലും BJP വിജയിക്കുമെന്നതാണ്. പലപ്പോഴും BJPക്ക് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുന്നത് വോട്ട് എന്തിന് പാഴാക്കുന്നു എന്ന ചോദ്യം കൊണ്ടാണ്. എന്നാൽ ഇക്കുറി ആ ചോദ്യം ഉണ്ടാവില്ല. മിക്കയിടങ്ങളിലും BJP കോൺഗ്രസിന് പിന്നിൽ രണ്ടാമതെത്തി. അങ്ങനെ വരുമ്പോൾ വിജയ സാധ്യത അടുത്തു തന്നെയുണ്ട്. അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്താലും വിജയിക്കാൻ കഴിയുമെന്ന തോന്നൽ BJPക്ക് വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരുടെ മനസ്സിൽ ശക്തമാകുമ്പോൾ അവർ UDFന് വോട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ BJP പിടിക്കാൻ പോകുന്ന സീറ്റുകൾ UDFന് നിർണായകമാണ്. കോൺഗ്രസ് നേതാക്കൾ പരസ്പരം തമ്മിൽ തല്ലി ഇത് അധികാരം തങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് കരുതി മുമ്പോട്ട് പോയാൽ അവരെ കാത്തിരിക്കുന്നത് പിണറായിയുടെ തിരിച്ചുവരവ് തന്നെയാവും.